إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون اتقوا الله عباد الله ഓസൈക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിതാപകരമായിട്ടുള്ള വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, അത്തരമൊരു ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ അതിന് കുടപിടിക്കുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. അതുകൊണ്ടാണ് പരിതാപകരം എന്ന് പറയാൻ കാരണം, ദുരന്തപൂർണം എന്ന് പറയാൻ കാരണം സമൂഹത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന മദ്യം എന്നുള്ള വലിയ ഒരു തിന്മയെ
അതിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് പകരം അത് വിൽക്കുകയും അതിൻ്റെ വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് ഭരണം നടത്തുകയും അതിൽ നിന്ന് മറ്റുള്ള അതിനുള്ള ചിലവുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന മഹാദുരന്തം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഗവൺമെന്റിന്റെ പുതിയ ഒരു ബ്രാൻഡ്, അതിന് ഒരു ലോഗോ വേണം പോലും, അതിനൊരു പേര് വേണം പോലും. നല്ലൊരു ലോഗോയും നല്ലൊരു പേരും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് 10,000 രൂപ സമ്മാനം. പല രൂപത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല രൂപത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകൾക്ക് ഉള്ളതും ഉപകാരമില്ലാത്തതുമായിട്ടുള്ള പല മത്സരങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഉപകാരവും ഒരു യുക്തിയുമില്ലാത്ത മത്സരങ്ങളുണ്ട്. ഫാഷൻ ഷോ പോലെ, മിസ് വേൾഡ് എന്നുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അനുഗ്രഹത്താൽ കൊടുക്കുന്ന സൗന്ദര്യം, ആ സൗന്ദര്യത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കൽ ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ്. അതൊക്കെ നടക്കുന്ന ഒരു ലോകത്താണ്. അതുമാത്രമല്ല, ഇപ്പൊ ഇതാ സമൂഹത്തിന് ഉപകാരമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവമുണ്ടാക്കുന്ന ഒരു കാര്യം, അതിന് സമൂഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മത്സരം സംഘടിപ്പിക്കുകയും ആ സമൂഹത്തിൽ നിന്ന് വിജയിക്കുന്ന ആൾക്ക് പാരിതോഷികം കൊടുക്കുകയും ചെയ്യുന്നു. അതാര്? സമൂഹത്തെ ആ തിന്മയിൽ നിന്ന് സംരക്ഷിക്കേണ്ട ആളുകൾ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. രാഷ്ട്രീയമായി അതിനെ കാണരുത്. കാരണം ഏത് രാഷ്ട്രീയക്കാരൻ ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് തെറ്റാണ്. അതിന് ന്യായീകരിക്കേണ്ടതില്ല. അത് ഇന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകുമോ എന്ന് ന്യായീകരിച്ചു വരേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ തെറ്റുകൾക്കും അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ഓരോ പേരുകൾ ഇടുക. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മദ്യം കുടിക്കും, അവസാന കാലമാകുമ്പോൾ ആളുകൾ കള്ളു കുടിക്കും. ആളുകൾ കള്ളു കുടിക്കുന്നത് അതിൻ്റെതല്ലാത്ത പേരിലാണ്. അതിൻ്റെതല്ലാത്ത പേരുകൾ. ആളുകൾ മദ്യത്തിന് പല രൂപത്തിലുള്ള പേരുകൾ കണ്ടെത്തുകയും ആ പേരിൽ മദ്യം കുടിക്കുകയും ചെയ്യുന്നു. നമുക്കൊന്ന് ആഘോഷിച്ചാലോ എന്നൊരാൾ പറയുമ്പോൾ ഇന്നതിൻ്റെ അർത്ഥം 1-2 അടിച്ചാലോ എന്നാണ്. ആ രൂപത്തിലേക്ക് മാറിപ്പോയി. ആഘോഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം മദ്യപിക്കുക, വ്യഭിചരിക്കുക എന്നുള്ള രൂപത്തിലേക്ക് ആയിപ്പോയി. എങ്ങനെയാണ് നമുക്കതിനെ ന്യായീകരിക്കാൻ സാധിക്കുക? അടുത്തത് വ്യഭിചാരശാലകൾ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്കത് തെറ്റായി എല്ലാവരും മനസ്സിലാക്കും. പക്ഷെ അത് കൊണ്ടുവന്നാലോ അതിനും ന്യായീകരിക്കാൻ ചില ആളുകൾ ഉണ്ടാകും. അവർക്കും ജീവിക്കണ്ടേ? സമൂഹത്തിന്റെ ഭാഗമല്ലേ അവർ? ന്യായീകരിക്കാനും അതിനുവേണ്ടി വാദിക്കാനും ആളുകൾ ഉണ്ടാകും. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ആളുകൾ, അതിന്റെ അപ്പുറത്തേക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിങ്ങളായ നമ്മൾ ചെയ്യേണ്ട കാര്യം മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി ഫഇൻ ലം യസ്തതി ഫബിലിസാനി. കൈകൊണ്ട് തടയാൻ സാധിക്കുകയാണെങ്കിൽ കൈകൊണ്ട് തടയണമെന്നാണ് റസൂലിന്റെ കൽപ്പന. ഇല്ലെങ്കിൽ നാവ് കൊണ്ട് പ്രതികരിക്കുകയെങ്കിലും വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിലൂടെ പഠിപ്പിച്ച കാര്യമാണത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. എന്താണ് ഇതിന്റെ റിസൾട്ട്? എന്താണ്? നമ്മൾ ന്യായീകരിക്കും. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? അതിൽ നിന്ന് ഇത്ര നികുതിയുണ്ട്, ഇത്ര ലാഭമുണ്ട്. എന്നാൽ അതിന്റെ ഇരട്ടിയിലധികം അതിൽ നഷ്ടമുണ്ട്. അതിന്റെ റിസൾട്ടിൽ, സമൂഹത്തിന്റെ റിസൾട്ടിൽ.
വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, അള്ളാഹു നിങ്ങളോട് റഹ്മത്തുള്ളവനാണ്, കരുണയുള്ളവനാണ്. വലാ തുൽഖു ബിഐദീകും ഇല തഹ്ലുക. നാശത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വയം പോകരുത്. കുല്ലു മുസ്കിരിൻ ഖംർ. ഖംർ എന്ന് പറയുമ്പോ, മദ്യം എന്ന് പറയുമ്പോ ഒരു മദ്യം എന്നുള്ളത് മാത്രം കണക്കാക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ. ലഹരി ഉണ്ടാക്കുന്ന എല്ലാതും മദ്യമാണ്, മദ്യത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഗരറ്റ് മുതൽ നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും ഗൗരവമുള്ള രാസലഹരി വരെ അതിൽ ഉൾപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധികം ആളുകളും രണ്ട് അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരാണ്. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്നവന്റെ ആരോഗ്യമാണ്, വൽ ഫറാഗ് രണ്ടാമത്തത് അവന്റെ ഒഴിവ് സമയമാണ്. ആരോഗ്യവും ഒഴിവ് സമയവും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കുമെന്നും ഗൗരവപരമായിട്ടുള്ള രോഗങ്ങൾ വരുമെന്നും കൃത്യമായി മുന്നറിയിപ്പായിട്ട് അതിന്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നു, നമ്മുടെ ആളുകൾ അത് ഉപയോഗിക്കുന്നു. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആളുകൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്, അവരുടെ ഒഴിവ് സമയത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. ആരോഗ്യം നശിച്ചു കഴിഞ്ഞാലോ പിന്നെയാണ് അവന് ബോധം ഉണ്ടാവുക. ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധം ഉണ്ടാവുന്ന സമയത്തോ പിന്നെ അവനെ തിരിച്ചു പിടിക്കാനാവാത്ത വിധം അവന്റെ നിന്ന് കൈവിട്ടു പോയിരിക്കും അവന്റെ മക്കളടക്കം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ലാ തസൂലു ഖദമു ബിനി ആദം യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാതെ നിങ്ങൾ ഒരാളും മുന്നോട്ട് പോവുകയില്ല, മനുഷ്യർ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്ന. ഒന്നവന്റെ ആയുസ്സാണ്. ആ ആയുസ് അവൻ എവിടെയാണ് ചെലവഴിച്ചത്, എവിടെയാണ് അവൻ നശിപ്പിച്ചത്. വാൻ ശബാബിഹി ഫീമാ അബ്ല. അവന്റെ യുവത്വം എവിടെയാണ് അവൻ നശിപ്പിച്ചത്, എവിടെയാണ് അവൻ ചെലവഴിച്ചത്. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. അവന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ച് ആ സമ്പാദ്യം എവിടെ നിന്നാണ്, എവിടെയാണ് അവൻ ചെലവഴിച്ചത്. വമദാ ആമില ഫീമാ അലിമ. അവൻ അറിഞ്ഞ കാര്യം, അവൻ അറിഞ്ഞതിനെപ്പറ്റി, അറിഞ്ഞ കാര്യം പ്രവർത്തിച്ചതിനെപ്പറ്റി. എന്താണ് പ്രവർത്തിച്ചത്? കുറെ ഖുതുബ കേട്ടിട്ടുണ്ടാവും, കുറെ ഖുർആൻ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, കുറെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും, കുറെ ഡാറ്റയായി നിങ്ങളുടെ മനസ്സിലുണ്ടാകും, നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകും. എന്താണ് പ്രവർത്തിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പായി പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും, അറിയും ഇന്നതൊക്കെയാണ് വരിക, ദുനിയാവിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും അത് ചെയ്യുന്നു. എന്നാൽ നമ്മൾ അതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്തിലെ ഇഖാബത്താണ്, ആഖിറത്തിലെ ശിക്ഷയാണ്, ആഖിറത്തിലെ അവസാനമാണ്, അവിടെയുള്ള നഷ്ടമാണ്. അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ അതിന് സിഗരറ്റ് ഉപേക്ഷിക്കാൻ പറയുന്ന സമയത്ത് ഇത് അതിനു മാത്രം ലഹരി ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്താണോ നിനക്കത് ഉപേക്ഷിച്ച? എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല? കുറച്ചാണെന്ന് നീ പറയുന്ന കാര്യം ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം.
കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണ്, ചെയ്യരുത്. മുഅ്മിനാണെങ്കിൽ ചെയ്യരുത്, മുഅ്മിനാണെങ്കിൽ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം മദ്യത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് മദ്യം ഉപേക്ഷിക്കാൻ വേണ്ടി മദ്യം വർജിച്ചത് ഇസ്ലാം, മദ്യം നിരോധിച്ചത് ഇസ്ലാം. അതിലൊന്ന് അല്ലാഹു തആല പറഞ്ഞു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. നിന്നോട് അവർ മദ്യത്തിനെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും ചോദിക്കുന്നു, മദ്യത്തിനെ പറ്റിയും ലോട്ടറിയെ പറ്റിയും ചോദിക്കുന്നു. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ, വലിയ പാപമുണ്ട്, ഗുരുതരമായ പാപമുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്. വഇസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ, അതിന്റെ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നു മുമ്പ് കേരളത്തിൽ. അവർ ബാറ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു, അവർ ബാറ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചില ആളുകൾ, അതിൽ ഊട്ടപ്പെട്ട ആളുകൾ, അതുകൊണ്ട് വളർത്തപ്പെട്ട ആളുകൾ വന്ന സമയത്ത് അതിന്റെ ഇരട്ടി ബാറുകൾ തുറക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലേ? അതിന്റെ റിസൾട്ട്, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്താണ്? സമൂഹത്തിന് ഉണ്ടാകുന്ന ഉപകാരത്തെക്കാൾ എന്താണ്? ഗുരുതരമാണ്. പിന്നീടാണ് പ്രവാചകൻ അല്ലാഹു തആല പറയുന്നത്, നമസ്കരിക്കാൻ വരുന്ന സമയത്ത് മദ്യപിക്കരുത്. 3-ാമത്തെ ഘട്ടമാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് പൈശാചികമായ മ്ലേച്ഛമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിക്കോളി. എന്തിനൊഴിവാക്കണം? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ. എവിടെ വിജയിക്കാൻ? ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ വിജയിക്കണം, പരലോകത്ത് വിജയിക്കണം. എന്ത് ചെയ്യണം? അതിന് ഫജ്തനിബു, അത് നിങ്ങൾ ഒഴിവാക്കണം. ലഹരിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ വിജയിക്കണമെങ്കിൽ, ഈ ദുനിയാവിൽ വിജയിക്കണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ ലഹരിയിൽ നിന്ന് ഒഴിവാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നു, യാ മുഹമ്മദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല അനൽ ഖംർ, അല്ലാഹു സുബ്ഹാനഹു തആല മദ്യത്തെ ശപിച്ചിരിക്കുന്നു. വആസിറഹ വമുഅതസിറഹ, അതുമായി ഇടപെടുന്നവനെയും അതുണ്ടാക്കുന്നവനെയും ഉണ്ടാക്കിപ്പിക്കുന്നവനെയും, വശാരിബ കുടിക്കുന്നവനെയും, വഹാമിലഹ കൊണ്ടുപോകുന്നവനെയും, വൽ മഹ്മൂലതു ഇലൈ എവിടേക്കാണോ കൊണ്ടുപോകുന്നത്, ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനെയും, വബായിഹ വമുബതാഹ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, വസാഖിഹ വമുസ്തഖീഹ ഒഴിച്ചു കൊടുക്കുന്നവനെയും ഒഴിച്ചു കൊടുക്കപ്പെടുന്നവനെയും, എന്ന് പറഞ്ഞാൽ മദ്യവുമായി ബന്ധപ്പെട്ട സർവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, മദ്യം വിളമ്പുന്ന സദസ്സിൽ പോലും ഇരിക്കരുത്, ലഹരി ഉണ്ടാക്കുന്ന സദസ്സിൽ പോലും ഇരിക്കരുത്. മദ്യം എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വെറും മദ്യമല്ല ചിന്തിക്കേണ്ടത്, ചെറുതു മുതൽ വലുത് വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യഖൂദ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംർ, മദ്യം വിളമ്പുന്ന, മദ്യം കുടിക്കപ്പെടുന്ന ഒരു സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്. മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ ഞാനതിന് കുടിക്കണമെന്നില്ല, ഞാൻ ഇപ്പുറത്തിരിക്കും, വേണ്ട. മനസ്സിലായില്ലേ? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓല് കുടിക്കും, പക്ഷെ ഞാൻ കുടിക്കൂല.
അത് വലിയ വലിയ ഔന്നിത്യമായിട്ട് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓര് കുടിക്കും, ഞാൻ കുടിക്കൂല, ഇവൻ ടച്ചിങ്സ് മാത്രം കുടിക്കുകയാണ്, ഇത് തിന്നുകയാണ്. അത് വലിയ ഔന്നിത്യമായിട്ട് പറയാൻ. നീ അവരെ കൂടെ കൂടരുത്, നിനക്ക് പറ്റിയ ആളുകളല്ല എന്നാണ്. മനസ്സിലായില്ലേ? നിനക്ക് പറ്റിയ ആളുകളല്ല, ഒഴിവാക്കണവരെ. ആ രൂപത്തിൽ കർശനമായിട്ട് ഗവൺമെന്റ് എന്തായാലും ചെയ്യും നിങ്ങൾ വിചാരിക്കണ്ട. ഗവൺമെന്റിനെ നിങ്ങൾ കാത്തിക്കണ്ട. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിൽ മദ്യവർജനാണെന്ന് പറയുകയാണെങ്കിലും പക്ഷെ അതിന്റെ ഇരട്ടി ജനങ്ങളിലേക്ക് ഒഴുക്കാനാണ് നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചോളി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചോളി വേണമെങ്കിൽ. കാരണം അവരുടെ കൈയെത്തുന്ന ദൂരത്താണ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കൈയെത്തുന്ന ദൂരത്താണ്. അനുവദിക്കപ്പെടാത്ത ലഹരി വസ്തുക്കൾ പോലും വിൽക്കപ്പെടുന്ന കടകളില്ലേ നമ്മുടെ ഈ ചുറ്റുപാടിൽ? അനുവദിക്കപ്പെടാത്ത. എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നില്ല? ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നില്ല? എന്താ അത് ചെയ്തൂടെ? എല്ലാരും അറിഞ്ഞു ചെയ്യുന്ന അനുവദിക്കപ്പെട്ട സാധനം തന്നെ ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു. കേരളത്തിൽ അനുവദിക്കാത്ത ബാൻ ചെയ്തിട്ടുള്ള സാധനങ്ങൾ വരെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിനെതിരെ എന്തുകൊണ്ട് നമുക്ക് പ്രതിഷേധിച്ചുകൂടാ? ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചുകൂടാ? നമുക്ക് പേടിയാണ്. അവർ എന്തെങ്കിലും ചെയ്താലോ? അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹു തആല ചോദിക്കാൻ, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. അല്ലാഹു തആലക്ക് നിങ്ങളിൽ പരിശ്രമിക്കുന്നവരെ മനസ്സിലാകാതെ, തിരിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാതെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാതെ, ക്ഷമ ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്തെങ്കിലും വിചാരിച്ച വെറുതെ ശ്രദ്ധയായിട്ട് ജീവിച്ചാൽ, അങ്ങനെ മരിച്ചാൽ വെറുതെ സ്വർഗത്തിലാണ് പ്രവേശിക്കാനോ? അല്ലാഹു റഹ്മാൻ റഹീമാണ്. പക്ഷേ അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, വേദനയേറിയ ശിക്ഷ നൽകുന്നവനാണ്. രണ്ടും മനസ്സിലായിക്കോളി. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു തആല പറഞ്ഞതാണ്. നിങ്ങളെയും സൂക്ഷിച്ചോളും, നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിച്ചോളും. എവിടുന്ന്? മിനന്നാർ, നരകത്തിൽ നിന്ന്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് വലിയ വിശാലമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ശരിബൽ ഖംർ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹ. ആരെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ, മദ്യം കുടിച്ചാൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹ, 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു തആല അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഫൈൻ താബ, അവൻ പശ്ചാത്തപിച്ചാൽ, താബ അല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും, പുറത്തു കൊടുക്കും. ഫൈൻ ആദ, പിന്നെയും അവൻ മടങ്ങി, വീണ്ടും അവൻ അത് ഉപയോഗിച്ചു, ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ 40 സ്വബാഹൻ,
40 ദിവസത്തെ നമസ്കാരം അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഫൈൻ താബ താബ അല്ലാഹു അലൈഹി, പിന്നെയും അവൻ പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല വീണ്ടും പുറത്തു കൊടുക്കും. ഫൈൻ ആദ ലം യഖ്ബലിൽ ഫൈൻ ആദ ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ 40 സ്വബാഹൻ ഫൈൻ താബ താബ അല്ലാഹു അലൈഹി. വീണ്ടും പറയാം, മൂന്നാമത്തെ പ്രാവശ്യം അവൻ വീണ്ടും അത് ഉപയോഗിക്കുന്നു. അതിനുശേഷം അവന്റെ മനസ്സിൽ നിന്ന് പശ്ചാത്തപിക്കുന്നു. അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കും. 3 പ്രാവശ്യം അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കും. ഫൈൻ ആദ الرابع, 4ാമത്തെ പ്രാവശ്യവും അവൻ മടങ്ങിയാൽ ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ 40 സ്വബാഹൻ, 40 ദിവസത്തെ നമസ്കാരം അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. മാത്രമല്ല ഫൈൻ താബ ലം യതുബില്ലാഹു അലൈഹി, അല്ലാഹു തആല അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. വസഖാഹു മിൻ നഹ്റിൽ ഖബാൽ, ഖബാലിൽ നിന്ന് അവരെ കുടിപ്പിക്കുന്നതാണ്. സഹാബിയോട് ചോദിക്കാണ് ഇവര്, യാ അബാ അബ്ദുറഹ്മാൻ വമാ നഹ്റുൽ ഖബാൽ, നഹ്റുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അദ്ദേഹം പറയാം, നഹ്റു മിൻ സ്വദീദി അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ജലമാണത്. അതിവനെ കൊണ്ട് കുടിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പക്ഷേ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ ശിക്ഷിക്കുന്ന സമയത്ത് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതെ സംരക്ഷിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അതുണ്ടാവുമല്ലോ, പെട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താണ്? സ്വഹാബികൾ മദ്യം ഉപയോഗിച്ചിരുന്നു അല്ലെ? നിരോധിക്കപ്പെടുന്ന അന്ന് വരെ ഒരൊറ്റ ആയത്ത് കൊണ്ട് അവർക്ക് അത് വേണ്ട എന്ന് വെക്കാൻ സാധിച്ചു. മദീനയിൽ മദ്യത്തിന്റെ അരുവി ഒഴുകി എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ എന്താ കാണുന്നത്? പിന്നീട് നമ്മൾ ആ സമൂഹത്തെ കാണുന്നത് ആ അരുവിയിൽ കിളിർത്ത പുല്ലുണ്ടല്ലോ, ആ പുല്ല് ഭക്ഷിച്ചിട്ടുള്ള ഒട്ടകത്തിന്റെ അന്നത്തെ പാൽ ഉപയോഗിക്കാമോ എന്ന് റസൂലിനോട് ചോദിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആ മദ്യം ഒഴുകിയിട്ട് അതിൽ നിന്ന് കിളിർത്ത പുല്ല് തിന്ന ഒട്ടകത്തിന്റെ പാല് ഉപയോഗിക്കാമോ എന്ന് ഫത്വ ചോദിക്കുന്നവർ, സ്റ്റോക്കുള്ളത് തീർക്കാമോ എന്നല്ല, കൊടുന്നച്ചത് കുടിക്കാമോ എന്നല്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്താൽ, അല്ലാഹുവിനെ പറ്റി കൃത്യമായ അറിവ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനും സാധ്യമല്ല. അപ്പോ അതിനേറ്റവും നല്ല പരിഹാരം മതബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മതബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മതബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കൂട്ടായ രൂപത്തിൽ തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ യുവതികളെ, നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനായ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك.
اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.